ഇപ്പോൾ ഹനാൻ അടുത്ത ദിവസം ഉന്നയിച്ച ഒരു ആരോപണം അതുപോലും എനിക്ക് മുൻപ് അറിയാമായിരുന്നു. പക്ഷെ അതിനകത്തുള്ളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ NSS ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ വെച്ചിട്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത്, ആ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാനായിട്ട് പോലും ഞാൻ മാന്യതയുടെ അതിർവരമ്പുകൾ വിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം സുധിക്ക് വീട് വെച്ച് നൽകിയ ഫിറോസുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. പുള്ളിക്കാരനെ ഒരുപാട് പേര് ചീത്ത വിളിക്കുകയും പേഴ്സണലായിട്ട് പോയിട്ട് മെസ്സേജ് അയച്ച് വീട്ടിലുള്ളവരെയും വൈഫിനെയും കുട്ടികളെയൊക്കെ ചേർത്ത് മോശമായിട്ട് ചീത്ത വിളിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. പുള്ളിക്കാരൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുള്ളിക്കാരൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കലാകാരൻ മരിച്ചതിന് ശേഷം കലാകാരന് വേണ്ടിയിട്ടും ആ കലാകാരൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടും വൈഫിന് വേണ്ടിയിട്ടും ഒരു സഹായം ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ പുള്ളിയോട് സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഒരു സഹായം ചെയ്ത വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന ഇനി എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത കാര്യമാണ് പുള്ളി ചെയ്തിട്ടുള്ളത് അല്ലേ. അവനവൻ്റെ കുടുംബത്ത് പോലും ചെയ്യാത്ത, ഓരോ വ്യക്തികളും ചെയ്യാത്ത കാര്യം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 28 ലക്ഷം രൂപയുടെ ഒരു വീട് പണിഞ്ഞ് അതിൻ്റെ പുറകെ കിടന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് മെറ്റീരിയൽസും അതും ഇതൊക്കെ സ്വരൂപിച്ച് ഒരു നല്ലൊരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനെതിരെ അവരെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കായാലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു വീഡിയോക്കകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് എങ്ങനെയാണ്, കാരണം പുള്ളിക്ക് ഇവരെ ദ്രോഹിക്കാൻ താല്പര്യമില്ല, കാരണം ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ ഇതിലോട്ട് ഇറങ്ങാൻ താല്പര്യമില്ല, അവരെ വഴിയെ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി വിട്ട കേസാണ്. അപ്പോൾ വീണ്ടും പുള്ളിയെ നിരന്തരമായിട്ട് പുള്ളിയുടെ പേഴ്സണൽ മെസ്സേജിനകത്ത് പോയിട്ട് വാട്സപ്പിനകത്ത് പോയിട്ട് ചീത്ത വിളിക്കുകയും നിരന്തരമായിട്ട് പുള്ളിയെ മോശമാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പുള്ളി എന്നല്ല ആർക്കാലും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ കേസ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം കേസ് കൊടുത്തിരിക്കുമായിരുന്നു. വേറൊന്നുമല്ല, പുള്ളിക്ക് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റം എക്സ്ട്രീം ലെവല് കഴിഞ്ഞിട്ടാണ് പുള്ളി കേസ് കൊടുത്തിട്ടുള്ളത്. പുള്ളിക്കെതിരെ തെറി വിളിച്ച ആൾക്കാർക്കെതിരെയും മൊത്തത്തിൽ എല്ലാവർക്കും, രേണുസുധിക്കും എല്ലാവർക്കും ടോട്ടലി മൊത്തത്തിൽ എല്ലാവർക്കും പുള്ളി കേസ് കൊടുത്ത് എല്ലാവർക്കും എതിരെ പുള്ളി കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിക്കെതിരെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ആര് തെറി വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് പുള്ളി ഇങ്ങനെ ടോർച്ചറിങ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്കെല്ലാം എതിരെ പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ പരാതിയിൽ പുള്ളി അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളെല്ലാം പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. പോലീസിൽ ചെന്ന് കേസ് കൊടുത്തിട്ടുള്ള റെസിപ്റ്റും കാര്യങ്ങളെല്ലാം പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് മുമ്പേ ചെയ്യണമായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലോട്ട് എത്താൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു നല്ല മനസ്സുകൊണ്ടാണ്. ഇത്രയും നാളായിട്ട് പുള്ളി അത് വേണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ്. കാരണം ആരാടെ ഇന്നത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ നെഗറ്റീവ് കഴിഞ്ഞ വീഡിയോസിൽ കുറേ 1-2 പേര്, കുറേ ആൾക്കാരല്ല 1-2 പേര് വന്നിരുന്നിട്ട് ഒരുപാട് തെറിയൊക്കെ വിളിക്കുന്നുണ്ട്, എന്നെ ഉൾപ്പെടെ തെറി വിളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറഞ്ഞാൽ ഇതിന് മറുപടി പറയാൻ അറിയാത്തോണ്ടല്ല, പിന്നെ പറയാത്തയാണ്. വെറുതെ എന്തിനാ ചുമ്മാ നമ്മളെ വിലയും കൂടെ നമ്മൾ കളയുന്നത് എന്തിനാണ്? ഈ കമൻറ്റിൽ വന്നിട്ട് തെറി അത് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊക്കെ അരിയാഹാരം അതുകൂടെ കഴിക്കുന്നേ, നിങ്ങളൊന്ന് ചിന്തിക്കുക, ചിന്തിച്ചിട്ട് സംസാരിക്കുക. ഈ തെറി വിളിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് 1-2 പേര് മോശമായിട്ടുള്ള തെറികളൊക്കെ പറയുന്നതായിട്ട്, നീ നിന്റെ വീട്ടിലെ കാര്യം പോയി നോക്കിയാൽ അങ്ങനെ മറ്റേതാ മറിച്ചതിനൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രേണുസുധിയെ സപ്പോർട്ട് ചെയ്തിട്ട് 2 വീഡിയോ വരെ ഇട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, മനസ്സിലായോ? പിന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്ന സമയത്താണ് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാതായത്. കാരണം ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മാത്രമാണ്, മനസ്സിലായോ? സത്യത്തിനൊപ്പം മാത്രമേ ഞാൻ എപ്പോഴും നിൽക്കത്തുള്ളൂ. അതിന് എന്ത് തല പോകുന്ന കേസാണെങ്കിൽ പോലും സത്യത്തിനൊപ്പം മാത്രമേ നിൽക്കൂ. അപ്പം നിങ്ങളൊന്ന് ചിന്തിരി, ജസ്റ്റ് ഒന്ന് ചിന്തിരി. ഇവരോട് ഈ രേണുസുധി എന്ന് പറഞ്ഞ ആളോട് പേഴ്സണലായിട്ട് എനിക്ക് ആർക്കും ഒരു വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇവർ കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് സംസാരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, ഉള്ള കാര്യങ്ങളല്ല, ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളെക്കാളും നല്ല രീതിയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ തെറി വിളിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ. അപ്പം എങ്ങനെ
ഇത് ഒരു കാര്യം വിഷയം അവതരിപ്പിക്കണമെന്ന് നല്ലപോലെ അറിയാം. തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും. അത് ശരിയാണെങ്കിൽ ആര് ശരി ചെയ്യുന്നെങ്കിൽ അത് ശരിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി രേണുസുതി ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും, അതിലൊരു മാറ്റമില്ല. ഓക്കെ, എന്തായാലും ഫിറോസ് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരാൾക്കൊരു സഹായം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് തങ്കച്ചൻ ചേട്ടൻ്റെ വാക്കുകൾ കടം എടുക്കുകയാണെങ്കിൽ ഞങ്ങളാരും അവനോട് പോയി ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നത് ധാരാളം ആണെന്ന് പറയാം. അതെ, ആരും ഇങ്ങോട്ട് വന്ന് സുധിയുടെ മക്കളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, തെറികൾ, ആരോപണങ്ങൾ, പുള്ളിക്ക് ഒരുപാട് തെറികൾ കേട്ടു ഇതിൻ്റെ പേരിൽ കേട്ടോ, വന്നാലും അതെല്ലാം സ്വയം അനുഭവിക്കണം എന്നതായിരുന്നു തീരുമാനം. ആയതുകൊണ്ടാണ് ഇന്ന് വരെ ഈ വിഷയം സംബന്ധിച്ച് ആർക്കെതിരെയും ഒരു നിയമ നടപടിയും ആയി മുന്നോട്ട് പോവാതിരുന്നത്. അത് പുള്ളിയുടെ മാന്യത കൊണ്ട് മാത്രമാണ്. ഇനി വയ്യ, പുള്ളി തന്നെ പറയണം, ഇനി വയ്യ, മടുത്ത്, എത്രയെന്ന് വന്ന് പറഞ്ഞ് സഹിക്കൂടെ? പുള്ളിയുടെ പേഴ്സണൽ വാട്സാപ്പിനകത്തൊക്കെ പോയി ഇതുപോലെ പൂരാതി തെറികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുമോ? മക്കളും കുട്ടികളൊക്കെ ഉള്ള വ്യക്തിയല്ലേ. ഒരാൾക്ക് എത്ര ക്ഷമിക്കാൻ കഴിയും എന്നാണ് പുള്ളി ചോദിക്കുന്നത്. എങ്കിൽ അതിലപ്പുറം ക്ഷമിച്ചു കഴിഞ്ഞു, പ്രതികരിക്കേണ്ട വഴികൾ തിരഞ്ഞെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ പരാതി കൊടുത്തിട്ടുള്ള റെസീപ്റ്റും ഡേറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇത് ഇത്രയും എക്സ്ട്രീം ലെവലിലോട്ട് പോകാൻ കാരണമായിട്ടുള്ളൊരു സ്ത്രീ പറഞ്ഞേക്കുന്ന ഒരു കാര്യം കൂടെ, പുള്ളിയെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ വായിക്കാം. ഈ സ്ത്രീയാണ് പുള്ളിയുടെ പേഴ്സണൽ മെസ്സേജിനകത്ത് പോയിട്ട് പൂരാതി തെറിയൊക്കെ വിളിച്ചിട്ടുള്ളത് വാട്സാപ്പിനകത്തൊക്കെ. അപ്പം ഇത്രയും ആയ സ്ഥിതിക്കാണ് പുള്ളി നടപടി സ്വീകരിക്കാൻ പോയത്. ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ, ഒരു സഹായം ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഇത്രയും ആക്ഷേപവും അധിക്ഷേപവും തെറിവിളിയും കേൾക്കേണ്ട വലിയ കാര്യമുണ്ടോ? വലിയ കാര്യം. നിങ്ങൾ പറ, നിങ്ങളാണ് ഒരു സഹായം ചെയ്തിട്ട് ഇതുപോലെ വന്നിരുന്ന് തെരുവിളി കേൾക്കേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അതാദ്യം പറ. ഈ വന്നിരുന്നിട്ട് കമൻ്റ് ഇടുന്ന വ്യക്തികളുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സത്യമായിട്ടുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് അങ്ങനല്ലടാ മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആൾക്കാർ, നിങ്ങളൊരു 10 രൂപ കൊടുത്തിട്ട് ഒരു വെള്ളം ഒരാൾക്ക് മേടിച്ചു കൊടുത്തിട്ട് ആ കുടിക്കുന്നവൻ ആ വെള്ളം കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു മാനസിക വിഷമം മനസ്സിലായ മാത്രമേ നിങ്ങൾക്കത് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നിങ്ങളൊരു ആരെങ്കിലും ഒരു കൊടുത്തെങ്കിൽ ഒരു മുട്ടായെങ്കിലും ആദ്യം മേടിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് നിങ്ങളൊക്കെ ഇവിടെ ഒന്നും സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ലേഡി ഇട്ടേക്കുന്ന കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം തന്നെ പറയട്ടെ, ഇത് വായിക്കണമെങ്കിൽ, ഞാൻ വായിച്ചെടുക്കാൻ കുറേ പാടുപെട്ടു ഇത് കേട്ടോ. ഇത് വായിക്കണമെങ്കിൽ എയുടെ വല്ല എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മാത്രമേ ഇത് വായിക്കാൻ പറ്റൂ. കാരണം ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 1ാം ക്ലാസ്സും ഗുസ്തിയാന്ന് തോന്നി. ഈ വ്യക്തി സ്കൂളിൽ പോയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് വായിച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. ആ രീതിയിലൊക്കെയാണ് മൊത്തവും പൊട്ടത്തെറ്റ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വായിക്കാം. ഇപ്പോഴും കള്ളത്തരത്തിലാണ് KHDC സുധി ഹൗസിന് വെച്ചുകൊണ്ടാണ് അവരെ എഴുതിക്കുന്ന രീതിയിൽ ഞാൻ വായിക്കും കേട്ടോ. ഞാനൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യത്തില്ല. വച്ചുകൊണ്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വോയിസ് ക്ലിപ്പ് റെക്കോർഡ് വിട്ടാലും തന്തയ്ക്ക് ജനിക്കാത്തവനെ നിന്നെ അങ്ങനെ വിളിക്കൂ? നീ അങ്ങ് കായംകുളത്തൊരു പെണ്ണിനെ പീഡിപ്പിച്ചില്ലേ? പോലീസിന്റെ കയ്യിൽ നിന്ന് നീ തഴുകി പോരുന്നില്ല. നിനക്ക് തട്ടതായ ഏത് സ്കൂളിലാണെന്നോ ഇവർ പഠിച്ചത്? തട്ടതായ ശിക്ഷ കിട്ടിയിട്ട് ആലപ്പുഴയിൽ 2 മനാഫ് ടീയുടെ കൂടെ അന്ന് നീ സംസാരിച്ചത് ഫ്ലവേഴ്സ് ചാനലുകാരെ സാധാ ന്യൂസ് ചാനലുകാരുടെ മുന്നിൽ പബ്ലിസിറ്റി കിട്ടും. രേണുവിന് വീട് വെച്ച് ചാവി കൈമാറുമ്പോൾ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. സുപ്രീം കോടതി 2 കേസ് ഫാരിയും നിന്നെയും ശിക്ഷിക്കും കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവും ഉണ്ട്. നിന്നെ ഞാൻ കൊടുക്കും. നീ ഗാന്ധിജിയെ ചീത്ത വിളിച്ചുകൊണ്ട് നിന്നെ കൊടുക്കുന്നു. എടാ ചൊറിയും പുഴുവേ, കൃഷ്ണരോഗി, നിന്നെ ചികിത്സിക്കാൻ കൊണ്ടുപോയ ആൾക്കാരല്ല എന്നോട് പറഞ്ഞ് മലപ്പുറത്ത് പെണ്ണിനെ പീഡിപ്പിക്കല്ലേ. എനിക്കറിയാം, കായംകുളത്ത് പീഡിപ്പിച്ചത് അറിയാം, ആലപ്പുഴ പീഡിപ്പിച്ചത് അറിയാം. കേസ് കൊടുക്കണം നീ. എൻ്റെ കട്ടി നല്ല ആണുങ്ങളെ പിടിച്ചു എന്ന് പറഞ്ഞ് ഒറ്റ തന്തയ്ക്ക് ജനിച്ചവടാ. നിന്നെ അല്ല, ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കൂടെ PR വർക്ക് ചെയ്തിരുന്ന എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. നിന്നെ ഇനി അങ്ങനെയല്ല തെറി പറയുന്നത്. നിന്നെ ഞാൻ പബ്ലിക്കായിട്ട്
എവിടുന്നെങ്കിലും കണ്ട് കള്ള നായിൻ്റെ മോനെ നിന്നെയും വെച്ചേക്കത്തില്ല. നിന്നെ നീ ഗാന്ധിജിയെ ആക്ഷേപിച്ചത് എന്നെ ഞാൻ പൊട്ടിക്കും. പുഷരോഗി അസുഖമൊക്കെ മാറിയോടാ. എൻ്റെ പൊന്നോ, ഓ, എന്തുവാണ് ഇവരൊക്കെ എഴുതി വിടുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ പിന്നെ ഒരു വോയിസ് ക്ലിപ്പ് അങ്ങോട്ട് പോയിട്ട് ഇട്ടാൽ പോരെ? ഇത്രയും കഷ്ടപ്പെടുന്ന എന്താണ്? എനിക്കൊന്നും ഇവർ ഒരു ദിവസം കൊണ്ട് എടുത്തത് എഴുതിയാൻ തോന്നുന്നു. ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത എന്തിനാണ് ഇവർ ഈ പണിക്ക് പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം പുള്ളി കേസും കൊടുത്ത് എന്തായാലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷീബ എന്ന് പറയുന്ന ഒരു ഐ ഡി നിന്നാണ് ഈ പുള്ളിക്കാരി കമന്റ് ഇട്ടേക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരിയാണ് ഫിറോസിനെ പേഴ്സണലായിട്ട് ചെന്ന് തെരുവിളിച്ചെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ട്. അന്ന് കഴിഞ്ഞ ദിവസം ആ ഡീറ്റെയിൽ ഒക്കെ പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ പുള്ളിക്കാരനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടുപോക്കാം. സുധിയുടെ വീട് സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്ക് വീടുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരാളും ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ സുധിയുടെ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവർ ഭയങ്കര കഷ്ടത്തിലാണെങ്കിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് സമൂഹത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ അടുത്തേക്ക് ഒരാൾ സഹായത്തിന് വരുന്ന സമയത്തല്ല നമ്മൾ സഹായിക്കേണ്ടത്. അതിൻ്റെ മുൻപ് നമ്മൾ അറിഞ്ഞ് സഹായിക്കണം എന്ന് അറിവുള്ള ആൾക്കാരായതുകൊണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സഹായം സുധിയുടെ മക്കൾക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അത് പിന്നീട് ഒരുപാട് വിവാദങ്ങളുണ്ടായി, ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് തെറികളൊക്കെ ഉണ്ടായി. ആ സമയത്ത് തങ്കപ്പൻ ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. ഞങ്ങളാരും അവരുടെ കയ്യോ കാലോ പിടിക്കാൻ പോയിട്ട് ഞങ്ങളുടെ മക്കളെ സഹായിക്കൂ അതേ ടൂണിൽ തന്നെയാണ് അയാൾ പറഞ്ഞത്. എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അവരിങ്ങോട്ട് വന്ന് സഹായിച്ചതല്ലേന്ന്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവരിങ്ങോട്ട് വന്ന് സഹായിച്ചതല്ല, അവർക്കത് വേണം എന്നുള്ളൊരു ധ്വനിയും കൂടെ അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾക്കത് കിട്ടണം, ഞങ്ങളത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവരും കൂടെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടികളുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത്. തെറി വിളിക്കുന്നവർ വിളിക്കട്ടെ, ആരോപണം ഉന്നയിക്കട്ടെ, നമ്മുടെ കാര്യം. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി, ഒരുപാട് അധികമായി തുടങ്ങി. ഇതൊക്കെ നിർത്തേണ്ട അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാനിതൊക്കെ എന്നോ കിറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിക്കേണ്ട ആളും ഞാൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളും ഞാൻ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ വളരെ ലിമിറ്റായിട്ട് പ്രതികരിച്ച്, ഞാൻ വളരെ മാന്യമായി പ്രതികരിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയുണ്ടായത്. ഈവൻ ദോ ഇപ്പോൾ ഹനാൻ അടുത്ത ദിവസം ഉന്നയിച്ച ഒരു ആരോപണം അതുപോലും എനിക്ക് മുൻപ് അറിയാമായിരുന്നു. പക്ഷേ അതിനകത്തുള്ളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ NSS ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ വെച്ചിട്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത്, ആ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാനായിട്ട് പോലും ഞാൻ മാന്യതയുടെ അതിർവരമ്പുകൾ വിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും നിരന്തരമായിട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാനിതിൻ്റെ പുറകെ തന്നെ പോകും. അതിനകത്ത് സംശയമൊന്നുമില്ല. അതിൻ്റെ ഏതറ്റം വരെ വേണമെങ്കിലും ഏതറ്റം വരെ പോകും. പക്ഷേ അത് ഏതറ്റം വരെ പോകാൻ വളരെ ഈസിയാണ്. അതിനകത്ത് ക്രൈം ചെയ്തിട്ടുള്ള ആൾ ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ വലിയ തലവേദനകളൊന്നുമില്ല ഇതിനകത്ത് പുള്ളി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ അനാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, ഈ ചങ്ങനാശ്ശേരി NSS ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അബോർഷൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പുള്ളി പറയുന്നത് ആ ഹോസ്പിറ്റലിലെ വേറെ ഹോസ്പിറ്റലാണെന്ന്. അപ്പോൾ പുള്ളിക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം കേട്ടോ. അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം രേണുസുതി ഇറങ്ങിക്കഴിഞ്ഞ് ഇതിനെതിരെ പുള്ളിക്കാരി സംസാരിക്കാൻ വന്നിരുന്നാൽ തന്നെയും പുള്ളിക്കാരിയുടെ കയ്യിൽ ഒരു റൈറ്റും ഇല്ല. കാരണം ഇത് ഒന്നുകിൽ ഇത് സംസാരിക്കാതിരിക്കുന്നതാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഇതിൻ്റെ പേരിൽ പുള്ളിക്കാരി ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങിയാലും കാരണം അത് വില പോകത്തില്ല. കാരണം എന്തെന്നറിയോ, ഇതിൻ്റെ സീരിയസ്നെസ് പുള്ളിക്കാരിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, അബോർഷൻ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കുറ്റമാണ്. അത് പുള്ളിക്കാരി ആദ്യം മനസ്സിലാക്കുക. കാരണം ഈ പുള്ളിക്കാരി ഇനിയിപ്പം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഹനാനെതിരെയോ അല്ലെങ്കിൽ ഫിറോസിനെതിരെയോ പരാതി കൊടുക്കാൻ പോയാലും അത് നിലനിൽക്കത്തില്ല. കാരണം ഇങ്ങനെ ഒരു ഇത് ഇവർ ചെയ്തിട്ടുള്ളത്, കാരണം ഇവരെല്ലാം പറയുന്ന സ്ഥിതിക്ക്, കാരണം ഇതൊരു സത്യമായോണ്ടായിരിക്കും ഇവർ പറയുന്നത് അല്ലേ, അല്ലാതെ വെറുതെ ഇവർ പറയത്തില്ലല്ലോ, വെറുതെ ഒരു അലിഗേഷൻ ഒന്നും പറയത്തില്ലല്ലോ. അപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ രേണുസുതിക്ക് പരാതി കൊടുക്കാനുള്ള വകുപ്പില്ല. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരി ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു കുറ്റമാണ് അബോർഷൻ എന്നത്. അതിന് കൂട്ടുനിന്ന ആൾക്കാരും, കാരണം ഇത് വെറുതെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പറയുമല്ലോ എനിക്ക് അബോർഷൻ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ കയറി വാ മോളെ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കളയുമല്ലോ, മരുന്ന് കൊടുക്കുമല്ലോ. ഇതിന് കൂട്ടുനിന്ന ആൾക്കാരും ചെയ്ത ആൾക്കാരും ഇവരെല്ലാം പെടും രേണുസുതി കാരണം. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയോ. ഈ PR ടീമും ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിച്ചോ. ഇതിൻ്റെ പിറവിൽ ഇനി ഇവരെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാത്തിനെതിരെയും കേസ് കൊടുക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് രേണുസുതിക്ക് തന്നെ ആയിരിക്കും തിരിച്ചടി ഉണ്ടാവുന്നത്. കാരണം ഏറ്റവും വലിയൊരു കുറ്റമാണ് ഇവർ ചെയ്തേക്കുന്നത്.
ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, കുറേ ആൾക്കാർ പറയുന്നുണ്ട് അത് സുധിയുടെ കുഞ്ഞാണ്, അതുകൊണ്ടാണ് അബോർഷൻ ചെയ്തതെന്ന്. അപ്പോൾ വീണ്ടും ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, അബോർഷൻ ചെയ്ത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ഇനി സുധിയുടെ കുഞ്ഞാണെങ്കിലും അല്ലെങ്കിലും വേറൊരു റിലേഷനിൽ ഉണ്ടായ കുഞ്ഞാണെങ്കിലും, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയുടെ കുഞ്ഞാണെങ്കിൽ പുള്ളിക്കാരിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ്? പുള്ളിക്കാരിക്ക് വളർത്താലോ. ഇപ്പം മരിച്ചു പോയിട്ടുള്ള എത്രയോ ഭർത്താക്കന്മാരുണ്ട്, അവരൊക്കെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ജീവിച്ച് അവരെ വളർത്തിയിട്ടുള്ള എത്രയോ അമ്മമാരുണ്ട് അല്ലേ. അപ്പം പോരാ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് സുധിയുടെ ഫാമിലി ഒന്നും അവിടെ ഇല്ല അല്ലേ. ഇങ്ങനൊരു സംഭവം നടക്കുന്ന സമയത്ത് സുധിയുടെ ഈ പറഞ്ഞിട്ടുള്ള ഇവരെ ചേച്ചി നേഴ്സ് എന്നങ്ങണ്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചേച്ചി അവിടെ ഇല്ല, വേറെ ഏതോ കൂട്ടുകാരിയാണ് കൂടെ പോയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഇവരെ ഫാമിലിയുടെ ഒരു അറിവും ഇല്ലാതെയാണ്, ഫാമിലി ഒരു മനുഷ്യനും ഇതിൻ്റെ കൂടെ ഇല്ലാതെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഇത് രേണുസുധിക്ക് സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പം അതും കൂടെയൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ. കാരണം ഇത് ഇപ്പം ഈ അനാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ KHDC ഫിറോസ് പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ അവർക്കെതിരെ കേസുമായിട്ട് മുമ്പോട്ട് പോവാൻ ഒരു റൈറ്റും ഇല്ല, അത് നിലനിൽക്കത്തേ ഇല്ല. കാരണം ഇപ്പം രേണുസുധിയുടെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റുകൾ. അപ്പം മാക്സിമം PR ടീമുകളൊക്കെ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് മിണ്ടാതിരിക്കുക, ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് മിണ്ടാതിരിക്കുക. രേണുസുധി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പം കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടാണ്, ഒരു വ്യക്തി ചെന്നിട്ട് ഈ കുഞ്ഞിനെ നോക്കട്ടെ ആരെങ്കിലും നോക്കിയോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, ചൈൽഡ് വകുപ്പിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുസുധിക്ക് ഓൾറെഡി വാണിംഗ് കൊടുത്തതാണ്, ഇനി നിങ്ങളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുതെന്ന് വാണിംഗ് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും കുറ്റമാണ്. ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്നാലും ഇത്രയൊക്കെ ഉള്ളൂ. ഫിറോസ് ഭായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിയെ സത്യം പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്തിട്ടാണ് പുള്ളി ഈ പരിപാടിക്ക് നിന്നത്, അല്ലെ പുള്ളി അവർക്കെതിരെ കേസ് കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ. കാരണം പുള്ളി വിട്ടയാണ്, അവർ എങ്ങനെയോ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിട്ടയാണ്. അപ്പം നിരന്തരമായിട്ട് ഈ രേണുസുധിയുടെ PR ടീമുകളും കാരണം അവർ വരുത്തി വെച്ച വിനയാണ്, മനസ്സിലായോ. നിരന്തരമായിട്ട് പുള്ളിയെ ഈ പ്രൊവോക്ക് ചെയ്തപ്പോഴത്തേക്ക് മോശമായിട്ടുള്ള, ഒന്ന് ആലോചിച്ച് നോക്കി, പുള്ളിയുടെ വാട്സാപ്പിലേക്ക് ചെന്നിട്ട് ഇത്രയും മോശമായിട്ടുള്ള തെറിവിളിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികളായാലും ഫോൺ എടുത്ത് കേൾക്കുമ്പോഴത്തേക്ക് അവരൊക്കെ എന്ത് വിചാരിക്കും അല്ലേ, ഫാമിലിയൊക്കെ ചീത്ത വിളിക്കുക, കുട്ടികളൊക്കെ തെറി വിളിക്കുക, ഒരു സഹായം ചെയ്തതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആർക്കായാലും അത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണോ. അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഗൈസ്, സീ യു.